തെരുവിലാണുള്ളത്. മിഠായി തെരുവ് എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേരളത്തിൽ. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളത് നമ്മുടെ എറണാകുളം ബ്രോഡ്വേ ആണ്. പിന്നെ അതുപോലെ ബ്രോഡ്വേനേക്കാളും പക്ഷേ ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ട് ഡ്രസ്സിൻ്റെ ഒക്കെ. അത്യാവശ്യം നല്ല ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ കുറച്ച് ചീപ്പായിട്ടുള്ള റേറ്റിൽ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് SM സ്ട്രീറ്റിലാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പം ഡ്രസ്സിൻ്റെതിന് മുൻപ് നമ്മൾ ഒരു ജയ് ഭാരതി ഹൽവാസ് ഷോപ്പുണ്ട്. നല്ല കോഴിക്കോടൻ ഹൽവകൾ ഉള്ള ഒരു ഷോപ്പാണ്. വെറൈറ്റി ഫ്ലേവേഴ്സിലുള്ള ഹൽവയാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഓരോരോ ഫ്ലേവേഴ്സിലുള്ള ഹൽവ ഇവിടെ നമ്മൾ SM സ്ട്രീറ്റിൽ കയറുന്ന ആദ്യം തന്നെ കാണുന്ന ഷോപ്പാണ് ഈ ജയ് ഭാരതി ഹൽവ ഷോപ്പ് പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി കോഴിക്കോട് ഹൽവയൊക്കെ ഇവിടെ വന്നാൽ കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഡ്രസ്സുകളൊക്കെ കണ്ടു. SM സ്ട്രീറ്റിൽ ഇങ്ങനെ രണ്ട് സൈഡും ഒരുപാട് ഷോപ്പുകളും അതുപോലെ തന്നെ വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും നല്ല തിരക്കായിരിക്കും ഇവിടെ. ഈ ഏരിയ മൊത്തം ഇങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് മാത്രമുള്ള സ്ഥലമാണ്. ഇതിൽ വഴിയോര കച്ചവടക്കാരുടെ അടുത്തുനിന്ന് നമുക്ക് ചീപ്പ് റേറ്റിൽ നല്ല സാധനങ്ങൾ കിട്ടും. അതുപോലെ തന്നെ ഷോപ്പിലാണെങ്കിലും നമ്മൾ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവായിട്ടാണുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ ഈ കാണുന്ന ടോപ്പിനെല്ലാം വെറും 250 രൂപ മാത്രമേ ഉള്ളൂ, 250 റുപ്പീസ്. ഇത് നല്ല ഫ്ലോറൽ പ്രിൻ്റൊക്കെ വരുന്ന ടൈപ്പുള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഇത്രയും നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലിന് 250 രൂപ എന്ന് പറയുമ്പോൾ നല്ല വേർത്തായിട്ടുള്ളൊരു സാധനം തന്നെയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ ലെങ്ത് ഉള്ള ടൈപ്പ് ടോപ്പുകളുണ്ട്. അതിന് 300 രൂപയാണ് വരുന്നത്. പക്ഷേ എനിക്ക് ഇതിനകത്ത് ഈ ചെറിയ ടോപ്പാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എങ്ങനെ റേറ്റ് പറ? നിങ്ങൾ ഇന്നലെ യൂട്യൂബിൽ കണ്ട മാക്സി രണ്ടെണ്ണം 350. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഇതൊക്കെ 395 രൂപയാണ്. കണ്ടോ, 395 രൂപയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്പുകളാണ്. നിനക്ക് ഇഷ്ടപ്പെട്ടോ പറഞ്ഞ എടുത്തോ കേട്ടോ. ഒരു റൗണ്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ കാണിക്കുന്ന എല്ലാം 395-താണ്. ഇവിടെ തന്നെ ഗേൾസിൻ്റെ നല്ല അടിപൊളി ജാക്കറ്റുകൾ ഉണ്ടായിരുന്നു. ഈ ജാക്കറ്റിനും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. ഈ ജാക്കറ്റ് എല്ലാം എനിക്ക് ഇഷ്ടമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത് ഏതെടുത്താലും ഇതിന് 100 രൂപേൻ്റെ ടീഷർട്സ് ആണ്. കുറേ ടീഷർട്സ് ഉണ്ട് ഇവിടെ 100 രൂപയുടെ. കുഴപ്പമില്ല അല്ലേ? ഇതൊക്കെ ജെൻസിനുള്ള ഷർട്ട്സ് ആണ്. 300 രൂപ ഇതിനുള്ളൂ. ഒരുപാട് കളേഴ്സിൽ ഇവിടെ അവൈലബിൾ ആണ്. ഇതിന് തൊട്ടടുത്ത് തന്നെയുള്ള കടയിൽ നല്ല പലാസ പാൻറ്റുകൾ ഉണ്ടായിരുന്നു. നല്ല മെറ്റീരിയലുള്ള ഒരു പലാസ പാൻ്റ് ആയിരുന്നു. ഇതിന് 250 ആണ് റേറ്റ് വരുന്നത്. ടോപ്പിന് എല്ലാം 100. ലേഡീസിൻ്റെ ഉണ്ടോ? ഇതെടുത്ത നോക്കാം. ലേഡീസിന്റെയും ജെന്റ്സിന്റെയും പാന്റുകൾക്ക് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ജീൻസ് പാന്റ് എല്ലാം 400 രൂപയാണ് വരുന്നത്. ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ലേഡീസിനെ സ്റ്റാർട്ടിങ് വരുന്നത് 400 ആണ്. ഷർട്ടിന്റെ കളക്ഷൻ ഉണ്ട് അത്യാവശ്യം. ഷർട്ട് എങ്ങനെയാണ് റേറ്റ് വരുന്നത്? 350. 150 രൂപേന്റെ വീട്ടിലിടുന്ന ടൈപ്പ് ഡ്രസ്സുകൾ 150 ആണ്.
അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വിടാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു 2 ദിവസത്തേക്കൊക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇത് 200 തന്നെ ഉള്ളൂ. അത്യാവശ്യം നല്ല സൈസുള്ള അത്യാവശ്യം സൈസ് കൊണ്ട് നമുക്ക് ഒരു 2 ദിവസത്തേക്ക് പോകുന്ന സമയത്തൊക്കെ ഇടാൻ പറ്റുന്ന എല്ലാം 200-ന്റെ ആണ്. സ്റ്റൈൽ ബാഗ്സ് എന്ന് റേറ്റ് എങ്ങനെയുണ്ട്? റേറ്റ് 100 റുപ്യ. 100 റുപ്യ. 100 റുപ്യ. ടീഷർട്ടുകളാ? ടീഷർട്ട് 150 റുപ്യ. ഓക്കെ. ജോണല്ലേ? നമ്മൾ നോക്കട്ടെ. ഇതെല്ലാം 395 രൂപയുടെ ടോപ്പുകളാണ്. ജീനിൻ്റെ കൂടെയും അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ പോകുന്ന ടൈപ്പ് ടോപ്പുകളാണുള്ളത്. നെറ്റിൻ്റെ മോഡലുണ്ട്, അല്ലാതെ ഫ്ലോറൽ ടൈപ്പ്, എല്ലാ മെറ്റീരിയലിലുള്ള ടോപ്പുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാ കടയിലും ഇപ്പം ഇങ്ങനത്തെ പ്ലീറ്റ്സ് ഉള്ള സ്കേർട്ടുകൾ വന്നിട്ടുണ്ട്. പ്ലീറ്റ്സ് ഉള്ള സ്കേർട്ടിന് ഇവിടെ ഇപ്പം 550 തോന്നുന്നു, 550 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടോപ്സിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പം സ്കേർട്ടിനാണ് വില കൂടുതലുള്ളത്. ഇത് എൻ്റെ ഹൈറ്റിന് കണക്കായിട്ടുള്ളതായിരുന്നു. നല്ല വില. ഒരു 500 വരുന്ന അല്ല, എത്ര സ്റ്റാർട്ടിങ് എത്രയാ? 300 സ്റ്റാർട്ട് ഓഫർ പ്രൈസ് ആണ്. ഓക്കെ, 300 മുതൽ. ചേട്ടനാ 100. ചേട്ടൻ്റെ പേര്? ഏതെടുത്താലും 25. 4 ടോപ്പ് 500. 4 ടോപ്പുകൾ 500. റേറ്റ് എത്ര? 250 എങ്ങനെ റേറ്റ് വരുന്നത്? 300. രൂപേൻ്റെ ഷൂസ്. ഇത് മൊത്തം 500 രൂപ കേട്ടോ. ഏതെടുത്താലും 500 ഇതെല്ലാം 200-ന്റെ ടോപ്സാണ്. അത്ര വ്യത്യാസം ഉണ്ടാവും. ചെറിയ ഏതെടുത്താലും 10. എടുത്തോ. ഇനി നിങ്ങൾക്ക് ഞാൻ മിഠായിത്തെരുവിലോട്ട് പോകാനുള്ള വഴി ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. കോഴിക്കോട് മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടക്കുന്ന ദൂരം മാത്രമേ ഈ മിഠായിത്തെരുവിലേക്കുള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ പുറത്തിറങ്ങിയിട്ട് ലെഫ്റ്റിലോട്ട് നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് അത്രയും ദൂരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മിഠായിത്തെരുവിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. അത്യാവശ്യം എനിക്ക് ഡ്രസ്സ് എടുത്തു, ജോയ്സിനെടുത്തു, കുപ്പൂനെടുത്തു. പിന്നെ അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വിശക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ നല്ല ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. നടന്ന് കാല് വേദന എടുക്കും. നമുക്ക് ബിരിയാണി എങ്ങനെ നോക്കാം. നമ്മൾ പോകുമ്പോഴൊരു ബിരിയാണി കഴിച്ചായിരുന്നു. ട്രെയിനിൽ നിന്ന് ഒരു ബിരിയാണി വാങ്ങിച്ച് കഴിച്ചേ. പക്ഷേ ഇത്ര
നല്ല കളക്ഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. എല്ലാം ഒന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല, ഇരുട്ടായിരുന്നു. അത്യാവശ്യം എല്ലാം എടുത്തിട്ടുണ്ട്.